യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മുതൽ നമ്മളൊരു പുതിയ ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ ദൈവരാജ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സന്ദേശവും അതുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ആ ആത്മീക സന്ദേശങ്ങൾ മനസ്സിലാക്കിയവരായ ആളുകൾക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മ, ആ ഒരു വിഷയം നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടും വളരെയധികം നന്നായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ആത്മീയ ദൈവരാജ്യത്തിൽ ദൈവത്തോടുള്ള നമ്മുടെ കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങളുടെ മുമ്പാകെ ചിന്തിപ്പാൻ എടുക്കുവാൻ ഇടയായി തീർന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ചതായ വാക്യവുമായി ബന്ധപ്പെട്ട വാക്യത്തിലേക്ക് തന്നെ നമുക്ക് കടന്നു വരാം. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ ആദ്യ ഭാഗങ്ങളായിരുന്നല്ലോ നമ്മൾ വായിച്ചത്. നമ്മൾ ഇന്ന് 3-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയുള്ള ചിന്തകളിലേക്കാണ് കടന്നു പോകുന്നത്. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നോക്കുക, യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ യോഹന്നാനെ കുറിച്ച് ഞാൻ ഇന്നലെ കുറച്ചു കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരുന്നു. യേശുക്രിസ്തുവിന്റെ മാർവോട് ചേർന്നിരുന്ന ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. അതുകൊണ്ട് തന്നെ മറ്റുള്ള ശിഷ്യന്മാരിൽ നിന്നും വളരെ വിഭിന്നമായി യേശുക്രിസ്തു സംസാരിച്ചതായ കാര്യങ്ങളെ പ്രത്യേകമായി ശ്രദ്ധിക്കുവാൻ യോഹന്നാന് സാധിച്ചിരുന്നു. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലോ, മറ്റ് ആളുകൾ അവർ യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകി സുവിശേഷം എഴുതിയപ്പോൾ യോഹന്നാൻ കേവലം അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും മാത്രമല്ല, മറിച്ച് യേശുക്രിസ്തു വാമൊഴിയായി സംസാരിച്ചതായ വിലപ്പെട്ട ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ യോഹന്നാൻ പ്രത്യേകമായി തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ആ കാര്യങ്ങളാണ് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലാകട്ടെ, അതേപോലെ തന്നെ യോഹന്നാന്റെ ലേഖനങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ വായിക്കുന്നതായ കാര്യങ്ങളും യോഹന്നാന്റെ സുവിശേഷങ്ങളിൽ നിന്നും യോഹന്നാന്റെ ലേഖനങ്ങളിൽ നിന്നുമാണ്. ഇനി എന്താണ് യോഹന്നാൻ ഈ വാക്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ താൻ എഴുതുന്നതായ ഈ ഒരു ലേഖനം അല്ലെങ്കിൽ സുവിശേഷങ്ങളെ കുറിച്ച് യോഹന്നാൻ ഉദ്ദേശിക്കുന്നത്? യോഹന്നാന്റെ ഉദ്ദേശം വളരെ ക്ലിയർ ആണ്, വളരെ വ്യക്തമാണ്. യോഹന്നാൻ പറയുന്നു, അത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്, അതേപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടായ്മ പിതാവായ ദൈവത്തോടും പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു എന്നുള്ളത്. ഇന്ന് നമ്മൾ ആ ഒരു വാക്യമാണ് വായിക്കുന്നത്. 1 യോഹന്നാൻ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ആ വാക്യം നിങ്ങൾക്ക് വളരെ പരിചയമുള്ള വേദഭാഗമാണെന്ന് എനിക്കറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ചതായ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു: ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച്. ഞാൻ ആദ്യമായി ആശ്ചര്യപ്പെടുകയുണ്ടായി, എന്തുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ പറയുന്നത്? യോഹന്നാൻ ഇപ്രകാരം പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം തങ്ങൾക്ക് യേശുവിനോടുള്ള കൂട്ടായ്മയെ തന്റെ വാക്കുകളിലൂടെ വെളിപ്പെടുത്തുവാനാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും യേശുവിനോടൊപ്പമുള്ള നമ്മുടെ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. നമ്മൾ സാധാരണയായിട്ട് നമ്മളുടെ അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെയല്ലേ പറയുന്നത്? ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ നോക്കി, ഞങ്ങളുടെ കൈ തൊട്ടു, ഇതൊക്കെയല്ലേ പറയുന്നത്. അതേപോലെ തന്നെ യോഹന്നാനും പറയുന്നു, ഞങ്ങളുടെ ജീവിതത്തിലും അവനെ അനുഭവിപ്പാനും അവനോടുള്ള കൂട്ടായ്മയിൽ നിൽക്കുവാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. ആ ഒരു കാര്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് യോഹന്നാൻ പറയുന്നു, കേവലം നമ്മൾ അവന്റെ വചനങ്ങളെ കേൾക്കുക മാത്രമല്ല, ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായ പ്രോമിസുകളെ കുറിച്ച്, വാഗ്ദത്തങ്ങളെ കുറിച്ച് നമ്മൾ അറിയുകയും അതിൽ വിശ്വസിക്കുകയും അത് പ്രാപിക്കാനുള്ള ഒരുക്കം, തയ്യാറെടുപ്പ് എന്നത് മാത്രമല്ല, നമുക്ക് വളരെ പ്രധാനമായി വേണ്ടത് അവനോടുള്ള കൂട്ടായ്മയാണ്, ഫെലോഷിപ്പാണ്. എന്നിട്ട് യോഹന്നാൻ വളരെ വ്യക്തമായി പറയുന്നു, അവൻ ജീവന്റെ വചനമാണ്, അതേപോലെ തന്നെ അവൻ നിത്യജീവനാണ് എന്ന് പറഞ്ഞ ശേഷമാണ് യോഹന്നാൻ തന്റെ ഉദ്ദേശം വെളിപ്പെടുത്തുന്നത്. ഈ പറയുന്നതിന്റെ എല്ലാം ഉദ്ദേശം നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവായ ദൈവത്തോടും പുത്രനായ യേശുവിനോടും ആണ്. കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നു, എങ്ങനെയാണ് നമ്മൾ ഈ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുന്നത്? ഈ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് വേണ്ടത് എന്താണ്? അതും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്നും ആസ്പദമായ വാക്യം വായിപ്പാനിടയായി തീർന്നല്ലോ. നമ്മൾ ഇങ്ങനെ വായിച്ചു: അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു.
അങ്ങനെ നമ്മൾ ആയി കഴിഞ്ഞ ആ സമയം മുതൽ തന്നെ അവനോടുള്ള കൂട്ടായ്മ ബന്ധം നമ്മൾ ആരംഭിക്കുക. ഇതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ആയതിനു വേണ്ടി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്ന പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. ഇതാണ് നമ്മൾ ഒന്നാകണം, നമ്മുടെ കൂട്ടായ്മ എന്ന് യേശു ഉദ്ദേശിക്കുന്നത്. യോഹന്നാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടു. എന്നാൽ യേശു ഉദ്ദേശിക്കുന്നത് എന്താ? ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവിന്റെ പ്രാർത്ഥനയാണ്. കുറച്ചുകൂടെ നമുക്ക് വിശദമായി പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന. മഹാപുരോഹിതനായ യേശു ക്രിസ്തു പിതാവായി ദൈവത്തിനു മുമ്പാകെ നമുക്ക് വേണ്ടി മധ്യസ്ഥയണച്ച് പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥന. ആദ്യം താൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു, പിന്നീട് അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് വേണ്ടി തന്നെ യാഗം അർപ്പിക്കുന്നതായ പുരോഹിതനെ കുറിച്ച് നമുക്ക് ലേവ്യ പുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തനിക്ക് വേണ്ടിയുള്ള യാഗം നിവർത്തിച്ച ശേഷം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള യാഗം അനുഷ്ഠിക്കുന്ന ആ പുരോഹിതനെ പോലെ മഹാപുരോഹിതനായ കർത്താവ് യേശുക്രിസ്തു തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം അവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു പറയുന്നതായ പ്രാർത്ഥന വാചകമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്ന പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. ഇവിടെ യേശുക്രിസ്തു ഈ പ്രാർത്ഥനയിൽ വളരെ ഹൈലൈറ്റ് ആയിട്ട് പിതാവായി ദൈവത്തോട് പറയുന്നതായ കാര്യം എന്താണ്? എല്ലാവരും ഒന്നാകണം. എങ്ങനെ? നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. വാസ്തവത്തിൽ വളരെ ആഴമുള്ള ഒരു വാക്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ദർശിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യൂണിറ്റി ഇൻ ട്രിനിറ്റി, അതായത് തൃത്വത്തിലുള്ള ഐക്യത, തൃത്വത്തിലുള്ള വണ്ണസ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഏകത കാണുവാൻ കഴിയുന്നുണ്ട്. എങ്ങനെ? പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ. ഇതാണ് കർത്താവ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ഈ തൃത്വം എന്നുള്ള വിഷയം വളരെ വിവാദമായ വിഷയമാണ്. ബൈബിളിൽ തൃത്വം എന്ന വാക്ക് നേരിട്ട് പരാമർശിക്കുന്നില്ലെങ്കിലും വിശുദ്ധ ബൈബിളിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിൽ ഈ ഒരു തൃത്വം, ട്രിനിറ്റി വളരെ വ്യക്തമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ കർത്താവ് യേശുക്രിസ്തു അതുതന്നെയാണ് പറയുന്നത്. യേശുക്രിസ്തു പറയുന്നു, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ. നോക്കുക, ഇത് വണ്ണസ് ആണ്, ഇത് ഏകമായ ഒന്നാണ്. അതായത് ദൈവത്തിലെ 3 ആളത്വങ്ങൾ അത് ഒന്നിച്ചായിരിക്കുന്നു, അത് ഒന്നായിരിക്കുന്നു. അവർ സ്നേഹത്തിൽ ഒന്നാകുന്നു, അവർ പ്രവൃത്തിയിൽ ഒന്നാകുന്നു, എല്ലാറ്റിലും അവർ ഒന്നാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചിന്ത നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പിതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? അതേ ഒരു ഏകത, അതേപോലെയുള്ള ഒരു ഐക്യത, അതേപോലെയുള്ള ഒരു കൂട്ടായ്മ തന്നിൽ വിശ്വസിക്കുന്നവരായ ആളുകൾ തമ്മിൽ ഉണ്ടാകണമെന്നും അവർ തന്നിലും താൻ അവരിലും വസിക്കണമെന്നുള്ള ആ ഒരു ആത്മീയമായ കാര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നതായ ഉപമ, അതായത് മുന്തിരിവള്ളിയെ കുറിച്ചുള്ള ഉപമ, ഈ ഒരു പ്രാർത്ഥനയുടെ ഒരു ദൃശ്യവൽക്കരണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യേശു എന്താണ് പറഞ്ഞത്? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പിനെയൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കഴിപ്പാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് എന്നിൽ വസിച്ചിട്ടല്ലാതെ ഫലം കഴിക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആശയം. ഒരു മുന്തിരിവള്ളി, അതിൽ നിന്ന് പുറപ്പെടുന്ന ശാഖകൾ, അത് എത്രത്തോളമാണ് ആ മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്നത്? അതാണ് ആ മുന്തിരിച്ചെടിയിൽ ആത്യന്തികമായി ഫലത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ ജീവിതത്തിലും ആത്മീയമായ ഫലങ്ങൾ നമ്മളിൽ ഉളവാകുന്നത് നമ്മൾ ശരിയായ നിലയിൽ കർത്താവായ യേശു എന്ന ആ മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുമ്പോഴാണ്. തോട്ടക്കാരനായ പിതാവ് ഈ മുന്തിരിയെ നമുക്ക് വേണ്ടി നട്ടു. നമ്മൾ ആ മുന്തിരിവള്ളിയിൽ ശാഖകളായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ ആകുമ്പോൾ നമ്മൾ ഒന്നാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത്. ഞാൻ മറ്റൊരു വാക്യത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ നിത്യമായ പദ്ധതി ഇതുമായിട്ട് എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിപ്പാൻ കഴിയും.
വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഇതിന് ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന ഇതാണ്. ആത്യന്തികമായി അവർ സ്വർഗത്തിൽ വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കാൻ യേശു ആഗ്രഹിക്കുന്നു. എങ്ങനെ നിൽക്കണം? അവർ സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം. ഇതാണ് യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന. യേശുക്രിസ്തു വന്നത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല. യേശുക്രിസ്തു ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഗലീല പുരുഷന്മാരായ ആളുകളാണ് യേശുവിന് മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ യേശുവിന്റെ പ്രാർത്ഥന അവർക്ക് വേണ്ടി മാത്രമല്ല, ഇനിയും തന്നിൽ വിശ്വസിപ്പാൻ പോകുന്നതായ വിവിധ ജാതികളിൽപ്പെട്ടവർ, ഗോത്രങ്ങളിൽപ്പെട്ടവർ, വംശങ്ങളിൽപ്പെട്ടവർ, ഭാഷകളിൽ നിന്നുള്ളത്, അങ്ങനെ എണ്ണിക്കൂടാത്ത മഹാപുരുഷാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യേശു പ്രാർത്ഥിച്ചത്. അതിൽ ഞാനുണ്ടെന്നുള്ള വസ്തുത എന്നെ സന്തോഷിപ്പിക്കുന്നു. അതിൽ നിങ്ങളുണ്ടെന്നുള്ള വസ്തുത നിങ്ങളെ വളരെ സന്തോഷിപ്പിക്കും. അത് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗലീല പുരുഷന്മാരുടെ മുമ്പിൽ വെച്ച് പിതാവായി ദൈവത്തോട് യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ എന്നെയും കൂടെ അവൻ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട സന്ദേശം. നിങ്ങൾക്ക് ഇത് സന്തോഷം നൽകുന്നില്ലേ? ഈ സന്തോഷത്തിന്റെ പുറകിൽ കർത്താവിന്റെ സന്തോഷവും കർത്താവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മയാണ്. അത് ക്രിസ്തുവിലുള്ള കൂട്ടായ്മ. നാം ക്രിസ്തുവിനോട് കൂട്ടായ്മ ആചരിക്കുമ്പോൾ നാം ആ കൂട്ടായ്മയിലേക്ക് വരുന്നത് അതേ ആ തൃത്വത്തിന്റെ കൂട്ടായ്മയിലേക്കാണ്, ആ സ്നേഹബന്ധത്തിലേക്കാണ്. അടുത്തത് കർത്താവ് യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും. അങ്ങനെയുള്ള ഒരു അനുഭവം, അതെ നമ്മുടെ ജീവിതത്തിൽ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, അല്ല അങ്ങനെയുള്ള ഒരു ആത്മീയ അനുഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളത് അറിയണം. നിങ്ങൾ ആ അനുഭവത്തിലേക്ക് വരണം എന്ന് ഞാൻ ഇന്ന് വളരെയധികം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് നമുക്കൊരുമിച്ച് ഈ ആത്മീയമായ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക്, അതേ തന്നിൽ വിശ്വസിക്കുന്നവരായ ആളുകളോട് ഒപ്പമുള്ള കൂട്ടായ്മയിലേക്ക്, വിവിധ ഭാഷകൾ, വിവിധ ഗോത്രങ്ങൾ, വിവിധ വംശങ്ങൾ, വിവിധ രാജ്യക്കാർ, പലവിധമായ നിറങ്ങളുള്ള ആളുകൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകണം എന്നുള്ളത് അതേ ദൈവത്തിൻ്റെ ആ തിരുഹിതമാണ്. അതിലേക്ക് നമുക്ക് ഒരുമിച്ച് വരാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ യേശുവേ, ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നാകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. അതാണ് ദൈവത്തിന്റെ പദ്ധതി. അന്ത്യകാലത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗത്തിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ എല്ലാവരും ക്രിസ്തുവിനോടൊപ്പം അന്ന് അവിടെ ആയിരിക്കും. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, വിവിധ ഗോത്രങ്ങളിൽ നിന്നുള്ള ആളുകൾ, അങ്ങനെ കർത്താവ് എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി തീരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നല്ലോ. എല്ലാ നന്മയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം അനുവദിച്ചാൽ ഈ ഒരു സന്ദേശത്തിന്റെ കൂടുതൽ വിശദമായ ചിന്തകൾ നമ്മൾ അടുത്ത ദിവസങ്ങൾ ചിന്തിക്കുന്നതാണ്. നമ്മുടെ കണ്ണ് തുറക്കും, നമ്മുടെ ആത്മീയ ജീവിതം കൂടുതൽ ധന്യമായി തീരും ഈ സന്ദേശങ്ങളിലൂടെ. അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.